ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ അമരക്കാരനായിരുന്ന ധനകാര്യ വിദഗ്ധൻ മുഹമ്മദ് യൂനിസ് നേപ്പാളിൽ കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് ഉയർന്നുവന്ന ജനപ്രിയ രാഷ്ട്രീയക്കാരനും റാപ്പറുമായ ബാലേന്ദ്ര ഷാ ലഡാക്കിന്റെ അവകാശങ്ങൾക്കായി ഡൽഹിയിൽ നിരാഹാര സമരം നടത്തിയ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒറ്റനോട്ടത്തിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും സമാനതയുണ്ടോ? ഒരാൾ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, മറ്റൊരാൾ റാപ്പർ, വേറൊരാൾ പരിസ്ഥിതി പ്രവർത്തകൻ, നാലാമൻ ഒരു പാരമ്പര്യ രാഷ്ട്രീയ നേതാവ്. ഇവരുടെ പശ്ചാത്തലവും രാഷ്ട്രീയവും പരിശോധിച്ചാൽ സമാനതകളേക്കാൾ കൂടുതൽ പൊരുത്തക്കേടുകളെ കാണാൻ സാധിക്കും. പൊതുമണ്ഡലം ശ്രദ്ധിക്കാതെ പോയ ചില അന്താരാഷ്ട്ര നൂലുകൾ ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ടോ? 2014 മുതൽ ഇന്ത്യ ഭരിക്കുന്ന ശക്തമായ ഒരു ഭരണകൂടത്തെ താഴെയിറക്കാൻ വിദേശ ശക്തികൾ ഇന്ത്യക്ക് ചുറ്റും വിരിച്ച വലയിലെ കണ്ണികളാണോ ഇവർ? ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ആഗോള ഡീപ് സ്റ്റേറ്റ് കളിക്കുന്ന കളികളുടെ യാഥാർത്ഥ്യം എന്താണ്? അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. കഥ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ശീതയുദ്ധകാലത്താണ്. ലോകം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ചേരികളായി തിരിഞ്ഞപ്പോൾ ഇന്ത്യ ചേരിചേരാ നയം പ്രഖ്യാപിച്ചെങ്കിലും റഷ്യയോട് കൂടുതൽ ആത്മബന്ധം പുലർത്തി. മുതലാളിത്ത അമേരിക്കയേക്കാൾ സോഷ്യലിസ്റ്റ് റഷ്യയെയാണ് ഇന്ത്യ വിശ്വസ്ത പങ്കാളിയായി കണ്ടത്. അന്നു മുതൽ ഇന്ത്യയെ തങ്ങളുടെ കാൽച്ചുവട്ടിൽ നിർത്തുക എന്നത് അമേരിക്കയുടെ അപ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. ഏഷ്യയിൽ തങ്ങൾക്ക് ഭീഷണിയായ ചൈനയെ തളയ്ക്കണമെങ്കിൽ ഇന്ത്യയെ ഒപ്പം നിർത്തണമെന്ന് അവർക്കറിയാമായിരുന്നു. ഇന്ത്യ വഴങ്ങാതെ വന്നപ്പോൾ അമേരിക്ക പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇന്ത്യയെ ഭയപ്പെടുത്താൻ അമേരിക്ക തങ്ങളുടെ വിഖ്യാതമായ 7ാം കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ നാവികസേന ഇന്ത്യയുടെ കാവലിനെത്തിയതോടെ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇത് ചരിത്രം. 1991 PV നരസിംഹറാവുവിന്റെ കാലത്താണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെ അമേരിക്കയുമായുള്ള ബന്ധം ഊഷ്മളമാവുന്നത്. ഇത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയാണെന്ന ആക്ഷേപവും അന്നുണ്ടായിരുന്നു. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ കഥ മാറി. ആത്മനിർഭർ ഭാരത് എന്ന നയത്തിലൂടെ ഇന്ത്യ സ്വയം പര്യാപ്തത പ്രഖ്യാപിച്ചപ്പോൾ 150 കോടിയിലധികം വരുന്ന ജനസംഖ്യയുള്ള ഇന്ത്യൻ വിപണിയെ ലക്ഷ്യം വെച്ച പാശ്ചാത്യ ശക്തികൾക്ക് അത് തിരിച്ചടിയായി. സൈനികമായും സാമ്പത്തികമായും ഇന്ത്യ വളർന്നതോടെ അമേരിക്കയുടെ തന്ത്രങ്ങൾ മാറിമറിഞ്ഞു. ഇന്ത്യയിൽ മോദിക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് ഉറപ്പായതോടെ ജനാധിപത്യ മാർഗങ്ങളിലൂടെയല്ലാതെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ ഏജൻസിയായ CIA അവരുടെ ഡീപ് സ്റ്റേറ്റും ശ്രമം തുടങ്ങി. കർഷക സമരത്തിനിടയിൽ ചെങ്കോട്ടയിൽ നടന്ന അക്രമങ്ങൾക്ക് പിന്നിൽ വിദേശ ഗൂഢാലോചനയുണ്ടെന്ന വാദത്തിന് ബലം നൽകിയത് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് അബദ്ധത്തിൽ പങ്കുവച്ച ടൂൾ കിറ്റ് ആയിരുന്നു. ഇന്ത്യക്കെതിരെ വിദേശത്തു നിന്ന് ആസൂത്രിത പ്രചാരണം നടക്കുന്നുണ്ടോ എന്നതിന് തെളിവായി ഡൽഹി പോലീസ് ഇത് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിലെ CIA വിരുദ്ധ കലാപത്തിനു പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇതിനു പിന്നാലെ JNU പോലുള്ള സർവകലാശാലകളിൽ വിദേശ ഫണ്ടുകൾ കൈപ്പറ്റി സമരങ്ങൾ സംഘടിപ്പിച്ചതായി ആരോപണമുയർന്നു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിദേശ ഫണ്ടിംഗ് നിയന്ത്രണ നിയമം അഥവാ FCRA കർശനമാക്കുകയും പല സംഘടനകളുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. മണിപ്പൂർ കലാപ സമയത്ത് അന്നത്തെ അമേരിക്കൻ അംബാസഡർ എറിക് ഗാർസെറ്റി ഇന്ത്യ ആവശ്യപ്പെട്ടാൽ ഇടപെടാൻ തയ്യാറാണെന്ന് പ്രസ്താവിച്ചത് ഇന്ത്യൻ ആഭ്യന്തര കാര്യങ്ങളിലുള്ള വിദേശ താൽപര്യത്തിന്റെ തെളിവായി വിലയിരുത്തുന്നു. കർഷക സമരത്തിലും ഡൽഹി കലാപത്തിലും വിദേശ ഫണ്ടിങ്ങും ആസൂത്രണവും ഉണ്ടെന്ന് പോലീസ് ആരോപിക്കുകയും ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും വിദേശ ശക്തികൾ മാത്രം നടത്തിയ ഒരു ഭരണ അട്ടിമറി ശ്രമമായിരുന്നു എന്ന് കോടതിയിൽ ഇതുവരെ അന്തിമമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യയിൽ പരാജയപ്പെട്ട ഭരണമാറ്റ തന്ത്രം അമേരിക്ക അയൽ രാജ്യങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയോ? ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തായിരുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനം ഇതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻസ് ദ്വീപ് തങ്ങൾക്ക് സൈനിക താവളമാക്കാൻ വിട്ടു നൽകാത്തതാണ് അമേരിക്കയ്ക്ക് തന്നോടുള്ള ദേഷ്യത്തിന് കാരണമെന്ന് ഷെയ്ഖ് ഹസീന തന്നെ വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് അവിടെ രൂപീകരിക്കപ്പെട്ട ഇടക്കാല സർക്കാരിന്റെ തലവനായി വന്നത് നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനിസാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുമായും ബിൽ ക്ലിന്റൺ, ബരാക് ഒബാമ എന്നിവരുമായും അടുത്ത ബന്ധമുള്ളയാളാണ് യൂനിസ്.
ഇന്ത്യയോട് ചേർന്ന് നിൽക്കുമ്പോഴും ചൈനയോട് കൈകൊടുക്കുകയും ചെയ്ത സമീപനമാണ് ബംഗ്ലാദേശിൽ മുൻപ് ഷെയ്ഖ് ഹസീന സ്വീകരിച്ചിരുന്നതെങ്കിൽ പകരം വന്ന മുഹമ്മദ് യൂനിസ് അമേരിക്കയെ തുറന്നു പിന്തുണയ്ക്കുന്ന നയമാണ് സ്വീകരിച്ചത്. ഇതുവഴി ഏഷ്യ പസഫിക്കിൽ ചൈനയെ പ്രതിരോധിക്കുന്നതിനൊപ്പം ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകലുമായിരുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ലക്ഷ്യമിട്ടത്. ഭരണത്തിൽ നിന്നൊഴിയുന്നതിന് തൊട്ടു മുൻപ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം അമേരിക്കയുമായി നിർണായക കരാറുകളിലും ഒപ്പിടുകയും ചെയ്തു. രാഷ്ട്രീയമായി വിരുദ്ധ ചേരിയിലുള്ള ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും അമേരിക്കൻ വിധേയത്വം അദ്ദേഹം തുടർന്നതാണ് ചരിത്രം. സെന്റ് മാർട്ടിൻസ് ദ്വീപ് അമേരിക്കയ്ക്ക് കൈമാറാൻ മുഹമ്മദ് യൂനിസ് സന്നദ്ധത അറിയിച്ചെങ്കിലും സൈനിക മേധാവി വാക്കറുസ്സമാൻ അതിനെതിരെ നിലപാടെടുത്തുവെന്ന് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. സമാനമായ രീതിയിലാണ് നേപ്പാളിലും കളി നടന്നത്. ചൈനയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന KP ശർമ്മ ഓലി സർക്കാരിനെതിരെ യുവാക്കളെ അണിനിരത്തി പ്രക്ഷോഭങ്ങൾ നടന്നു. അമേരിക്കൻ കോൺഗ്രസ് ഫണ്ട് ചെയ്യുന്ന നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി പോലുള്ള സംഘടനകൾ നേപ്പാളിലെ യുവാക്കൾക്കായി വൻതോതിൽ പണം ചെലവഴിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പിന്നാലെയാണ് കാഠ്മണ്ഡുവിന്റെ മേയറായും പിന്നീട് പ്രധാനമന്ത്രിയായും റാപ്പർ കൂടിയായ ബാലേന്ദ്ര ഷാ ഉയർന്നു വന്നത്. തങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഒരു ഭരണകൂടം നേപ്പാളിൽ വരുന്നത് അമേരിക്കയുടെ ഇൻഡോ പസഫിക് തന്ത്രങ്ങൾക്ക് ആവശ്യമായിരുന്നു. ബാലേന്ദ്ര ഷായ്ക്ക് തീവ്ര ദേശീയതയാണ് മുഖമുദ്രയെങ്കിലും ഇപ്പോൾ അദ്ദേഹം അമേരിക്കയുമായി ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിലും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിലുമുള്ള തിരക്കിലാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഭരണപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഹൈ സെക്യൂരിറ്റി VIP-കൾ പാലിക്കേണ്ട വിദേശയാത്രാ പ്രോട്ടോക്കോളുകൾ ലംഘിച്ച് രാഹുൽ ഗാന്ധി ഇറ്റലി, ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിനെതിരെ CRPF കത്തയച്ചിരുന്നു. കൂടാതെ ഇന്ത്യൻ വിരുദ്ധ അജണ്ടകളുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആഗോള ശതകോടീശ്വരൻ ജോർജ് സൊറോസിന്റെ ഫൗണ്ടേഷനുമായി കോൺഗ്രസ് നേതൃത്വത്തിന് ബന്ധമുണ്ടെന്ന് BJP ആരോപിക്കുന്നു. പാശ്ചാത്യ മാധ്യമ കൂട്ടായ്മയായ OCCRP ഇന്ത്യൻ വ്യവസായി അദാനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സർക്കാരിനെതിരെ വലിയ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ കൃത്രിമം കാണിച്ചുവെന്ന OCCRPയുടെ കണ്ടെത്തലുകൾ സുപ്രീം കോടതിയോ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളോ ഔദ്യോഗികമായി തെളിവുകളായി സ്വീകരിച്ചിട്ടില്ല. സെബി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ അരാഷ്ട്രീയ ചലനമാണ് സോഷ്യൽ മീഡിയയിലൂടെ രൂപപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി. മുൻ ആം ആദ്മി പാർട്ടി നേതാവ് അഭിജിത് ദീക്കെ സംഘാടകനായ ഈ കൂട്ടായ്മയുടെ ഇപ്പോഴത്തെ പ്രമുഖ മുഖം ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ആണ്. എന്നാൽ സോനത്തിനും വിദേശ ഫണ്ടിംഗ് ഉണ്ടെന്നാണ് ആരോപണം. അദ്ദേഹത്തിന്റെ ഭാര്യ റബേക്ക നോമൻ അമേരിക്കൻ പൗരയാണ്. ഹാർവാർഡിൽ പഠിച്ച അവർ ലഡാക്കിലെ പദ്ധതികളിൽ പങ്കാളിയാണ്. വാങ്ചുക്കിന്റെ സ്ഥാപനങ്ങൾക്ക് ഫോർഡ് ഫൗണ്ടേഷൻ അടക്കമുള്ള വിദേശ സംഘടനകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് മറ്റൊരു രസകരമായ ബന്ധം പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസും ലഡാക്കിലെ സോനം വാങ്ചുക്കും ഏഷ്യയിലെ നൊബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മക്സസെ പുരസ്കാരം ജേതാക്കളാണ്. ഈ പുരസ്കാരത്തിന് ഫണ്ട് നൽകുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായ അമേരിക്കൻ സംഘടനയായ റോക്ക് ഫെല്ലർ ബ്രദേഴ്സ് ഫണ്ടാണ്. ഇതാണ് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ അദൃശ്യ നൂൽ എന്ന് ആരോപകർ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ലോക ഭൂപടത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ തളയ്ക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ പലവിധ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അതിനായി അവർ മാധ്യമങ്ങളെയും NGO-കളെയും ചില ജനപ്രിയ മുഖങ്ങളെയും ഉപയോഗിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ നേതാക്കളെല്ലാം വിദേശ ഏജന്റുമാരാണെന്ന് നമുക്ക് അന്ധമായി പറയാൻ കഴിയില്ല. ജനാധിപത്യ രാജ്യങ്ങളിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ആ സമരങ്ങളുടെ മറവിൽ വിദേശത്തുള്ള ഡീപ് സ്റ്റേറ്റ് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് രാജ്യം എപ്പോഴും നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം പുറമേ കാണുന്ന ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടാകാം.